ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ ശരീരത്തിൻ്റെ A to Z പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ തലച്ചോറും ഹൃദയവും ചേർന്നിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൽ ചെറിയൊരു താളപ്പിഴ ഉണ്ടായാൽ പോലും അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ബാധിക്കുന്നതിനൊപ്പം തന്നെ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന വിട്ടുമാറാത്ത ഗ്യാസ് ശല്യം, ശ്വാസം മുട്ടൽ, നമുക്ക് തല കറക്കം, കണ്ണിന് മങ്ങൽ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ബോധക്ഷയം, ഇതെല്ലാം ഹൃദയത്തിൻ്റെ പമ്പിങ്ങിൻ്റെ താളപ്പിഴകൾ കൊണ്ട് സംഭവിച്ചു എന്ന് വരാം. കാലിൽ നീര് വരുന്നതോ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട് വരുന്നതോ, ഒരു കാര്യം ചെയ്യാൻ ഉന്മേഷം ഇല്ലാത്ത ഒരു സിറ്റുവേഷനോ ഒരുപക്ഷേ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയുന്നത് കൊണ്ട് സംഭവിച്ചു എന്ന് വരാം. പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങളും നമ്മുടെ ചില ഭക്ഷണ രീതികളും നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. ഈ തരത്തിൽ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ മോശമാക്കുന്ന ചില ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. കഴിയുന്നത്ര ഇവയുടെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തി നിർത്താനായിട്ട് സാധിക്കും. ഈ കാറ്റഗറിയിൽ വരുന്ന ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും പതിവായിട്ട് കഴിച്ചു വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും മെഡിക്കൽ സയൻസ് വളർന്നിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും, മികച്ച ഡോക്ടർമാരുണ്ടായിട്ടും ഇവിടെയുള്ള ഹൃദ്രോഗികളുടെ എണ്ണം കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ ചെറുപ്പം മുതലേ തന്നെ ശരീരത്തിന് കേടാണ് എന്ന് തിരിച്ചറിയാതെ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഈ കാറ്റഗറിയിൽ പെടുന്ന പമ്പിങ് കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില ഭക്ഷണങ്ങളെ പറഞ്ഞുതരാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ അളവ് കൂടിയ ഭക്ഷണങ്ങൾ. സോഡിയത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ പലരും സംശയിക്കുന്നുണ്ടാവും. ഉപ്പിൻ്റെ അളവ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല. പതിവായിട്ട് ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കാൻ കാരണമാകും. ആരോഗ്യമുള്ള ഒരാളിന് ഒരു ദിവസം ആവറേജ് 2.5 ഗ്രാം വരെ ഉപ്പ് കഴിക്കാവുന്നതാണ്. എന്നാൽ ഈ 2.5 ഗ്രാം ഉപ്പിന് പകരമായിട്ട് കൂടുതലായിട്ട് ഉപ്പ്, ഒന്ന് നമ്മുടെ ഭക്ഷണത്തിനകത്ത് ചേർക്കുന്ന ഉപ്പിൻ്റെ അളവുകളുണ്ട്. കൂടാതെ നമ്മൾ കഴിക്കുന്ന അച്ചാറിനകത്തുള്ള ഉപ്പ്, പപ്പടത്തിൻ്റെ ഉപ്പ്, ബേക്കറി സാധനങ്ങളിലുള്ള ഉപ്പിൻ്റെ അളവ്, ഇതെല്ലാം പോട്ടെ. ബ്രെഡിനകത്ത് ഉയർന്ന അളവിൽ ഉപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലേ. കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇല്ല. എന്നാൽ വളരെ ഉയർന്ന അളവിൽ ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ബ്രെഡ്. അതേപോലെ ഈ കാറ്റഗറിയിൽ വരുന്ന ബേക്കറി സാധനങ്ങൾ, ഇതിനകത്തെല്ലാം തന്നെ വളരെ ഉയർന്ന അളവിൽ ഉപ്പിൻ്റെ സാന്നിധ്യം അടങ്ങിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ സോസ് വേണം, ഇല്ലേ? ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു സോസുകൾ ചേർത്തിട്ടാണ് കൊച്ചു കുട്ടികൾ പോലും ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ ഒരു ദിവസം ശരീരത്തിന് അനുവദിച്ചിട്ടുള്ള ഉപ്പിൻ്റെ പല മടങ്ങ് ഇരട്ടി ഉപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സോഡിയത്തിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുന്നത് നമ്മുടെ രക്തത്തിനകത്തേക്ക് ഫ്ലൂയിഡ് കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ജലാംശം കൂടുതലായിട്ട് നമ്മുടെ രക്തക്കുഴലിനകത്ത് വരുന്നതിന് കാരണമാകും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ബ്ലഡിൻ്റെ വോളിയം കൂടുകയും ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് വരികയും ചെയ്യും. വളരെ ഉയർന്ന പ്രഷറിൽ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ BP വർദ്ധിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ക്രമേണ കേടുപാടുകൾ ഉണ്ടാകുന്നു, പമ്പിങ്ങിന് താളപ്പിഴ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സോഡിയം കൂടിയ ഭക്ഷണങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുമെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബന്നായിക്കോട്ടെ, ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ബിസ്ക്കറ്റൊക്കെ മധുരമാണ്, പക്ഷേ അതിനകത്ത് സോഡിയം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതേപോലെ തന്നെ പിസ്സ പോലുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ, ഇവയ്ക്കകത്തെല്ലാം ഉയർന്ന അളവിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട്. ഇവ കുറയ്ക്കുക തന്നെ വേണം. രണ്ടാമത്തത് ബേക്കറിയിലുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. സാധാരണ തവിടുള്ള ധാന്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. എന്നാൽ ഈ തവിടിനകത്തുള്ള ഫൈബറുകളെല്ലാം കടഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഈ ധാന്യങ്ങൾ മാത്രം, നല്ല പ്രോസസ്സ് ചെയ്തിട്ടുള്ള ധാന്യങ്ങൾ, വേറെ ഒന്നുമല്ല, വെള്ളയരി, മൈദ പോലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ പലഹാരങ്ങളും മറ്റും നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ പേശികൾക്ക് താളപ്പിഴ ഉണ്ടാക്കുകയും നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലഡ് വെസൽ ഡിസീസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവത്തില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം വല്ലപ്പോഴും ഇത്തരം ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല. രാവിലെ നമ്മൾ കഴിക്കുന്നത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നില്ലോ എന്ന്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി നിങ്ങളൊന്ന് നോക്കിയേ. നമ്മുടെ അരിയുടെ ഈ തവിടെല്ലാം കളഞ്ഞിട്ട് നല്ല വെള്ളയരി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പലതും, വെള്ളയരി വറുത്ത് പൊടിച്ച് നമ്മളുണ്ടാക്കുന്ന പുട്ട്, അപ്പം, ഈ ഒരു കാറ്റഗറിയിലുള്ള ഭക്ഷണങ്ങൾ പോലും പ്രോസസ്ഡ് ഭക്ഷണങ്ങളാണ്. നമ്മൾ കഴിച്ച ഉടൻ തന്നെ ഈ ദഹിച്ച് ശരീരത്തിൽ ഷുഗർ കൂട്ടുന്നതിന് കാരണമാകും. ഇത്തരത്തിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത്, വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല, ഡെയിലി 3 നേരം കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് ഉറപ്പായിട്ടും ബ്ലഡ് വെസൽ ഡിസീസിനും നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ ബാധിക്കുകയും ചെയ്യും. ഈ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് പലരും ഇപ്പോൾ ചെറുപ്പത്തിലേ തന്നെ രോഗികളായിട്ട് മാറുന്നുവെന്ന്. മൂന്നാമത്തെ കാറ്റഗറി ട്രാൻസ് ഫാറ്റ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങളാണ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല. വനസ്പതി കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ നാട്ടിലെ ബേക്കറിയിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഭക്ഷണങ്ങൾക്കകത്ത് ഇവയുണ്ട്. കാരണം ട്രാൻസ് ഫാറ്റ് ചേർത്താലുള്ള ഗുണം കൂടുതൽ രുചി ഫീൽ ചെയ്യും ബേക്കറി ഭക്ഷണങ്ങൾക്ക്. രണ്ടാമത്തെ, ഇവയുടെ ഷെൽഫ് ലൈഫ് കൂടും, പെട്ടെന്ന് കേടാവത്തില്ല.
രാവിലെ ഉണ്ടാക്കുന്ന പപ്സ് വരെ രാത്രിയായാലും കേടുകൂടാതെ പുറത്ത് തന്നെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ട്രാൻസ് ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ്. ഈ കാറ്റഗറിയിൽപ്പെട്ട ഏതൊരു ഭക്ഷണങ്ങളും അപകടം തന്നെയാണ്. ഇതുമാത്രമല്ല, പല ഹോട്ടലിൽ നിന്നും എണ്ണക്കടികൾ വറുത്ത് പൊരിച്ച് വാങ്ങുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ കടയിൽ പോകുമ്പോൾ വെളിച്ചെണ്ണ ചിപ്സ് വാങ്ങിക്കത്തില്ലേ, ഇത്തരം ഭക്ഷണങ്ങൾ, ഇവയെല്ലാം കാരണം ഇപ്പോൾ നമ്മൾ എണ്ണ അമിതമായിട്ട് ചൂടായി കണ്ടിന്യൂസ് ചൂടായി നിൽക്കുന്ന സമയത്ത് ഇവയ്ക്കകത്ത് ട്രാൻസ് ഫാറ്റ് കൂടുതലായിട്ട് ഫോം ചെയ്യും. വെളിച്ചെണ്ണയാണല്ലോ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാലും അമിതമായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസ് ഫാറ്റ് ഫോം ചെയ്യും. ഈ ട്രാൻസ് ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ചെറിയ തരത്തിലുള്ള പ്ലാക്കുകൾ അടിഞ്ഞുകൂടുന്നതിന് കാരണമാകും. ഇത് ഹൃദയത്തിലെ രക്തധമനിയിൽ ചെറിയ 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 ബ്ലോക്കുകൾ ഉണ്ടാക്കും. ഹൃദയത്തിലെ പേശികൾക്ക് രക്തം കിട്ടാതെ വരുന്ന സമയത്ത് ആ പേശികളുടെ പ്രവർത്തനം മോശമാകുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റി പമ്പിങ്ങിൽ വ്യത്യാസം വരികയും ചെയ്യും. ഇങ്ങനെയാണ് ഹൃദയത്തിനെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. ഇതേ കാറ്റഗറിയിൽ തന്നെ വരും ജ്യൂസ് ഐറ്റംസും കോളകളും. കോളകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഉയർന്ന അളവിൽ പഞ്ചസാര, ജ്യൂസിൻ്റെ അകത്തേയും പ്രശ്നമാണ്. ജ്യൂസ് എന്ന് പറയുന്നത് നാച്ചുറൽ അല്ലേ, ശരീരത്തിന് നല്ലതല്ലേ, പഴങ്ങളിൽ നിന്നല്ലേ എന്ന് ചോദിക്കും. എന്നാൽ പഴങ്ങളുടെ ഫൈബറുകൾ കംപ്ലീറ്റ് അരച്ച് കളഞ്ഞിട്ടാണ് അവയുടെ ജ്യൂസ് എടുക്കുന്നത്. ഈ ജ്യൂസിനകത്ത് വളരെ ഉയർന്ന അളവിൽ ഫ്രക്ടോസ് ഷുഗർ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രക്ടോസ് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലിനകത്ത് നീർക്കെട്ട് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇതേ കാറ്റഗറിയിൽ തന്നെയാണ് കോളകളും വരുന്നത്. കൂടാതെ വളരെ ഉയർന്ന അളവിലുള്ള കഫീൻ, ചെറിയ അളവിലുള്ള കഫീൻ നമ്മൾ ചായയിലോ കാപ്പിയിലോ ചേർക്കുന്ന കുഴപ്പമില്ല കേട്ടോ. ഉയർന്ന അളവിലുള്ള കഫീൻ എടുത്തു കഴിഞ്ഞാൽ ഇതും നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. അമിതമായിട്ടും പതിവായിട്ടും മദ്യപിക്കുന്ന ശീലമുള്ളവർക്കും ഹൃദയത്തിൻ്റെ പമ്പിങ്ങിന് മോശം വരികയും അരിത്മിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ഹൃദയത്തിൻ്റെ മിടിപ്പിന് ചെറിയ വ്യത്യാസം വരികയും വിട്ടുവിട്ടടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹൃദ്രോഗ ബാധയെല്ലാം ഈ മദ്യപിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ പിടിപെടുന്നത്. ഇത് മാത്രമല്ല, അമിതമായിട്ട് എരിവ് മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, മാത്രമല്ല എപ്പോഴും വയറ് നിറയെ നമ്മൾ തൊണ്ട വരെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഭക്ഷണ രീതിയില്ലേ, ഈ ഒരു രീതി, ഇതെല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ ബാധിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നലുണ്ടാവും, ഈ നമ്മൾ വയറ് നിറയെ കഴിക്കുന്നത് ഹാർട്ടിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് തോന്നും. അത് ഈ രക്തക്കുഴൽ അടയുന്ന ഒന്നുമല്ല. നമ്മുടെ ആമാശയം നിറയുന്നവരെ ഭക്ഷണം കഴിച്ചാലോ അമിതമായിട്ട് മസാല ഉണ്ടെങ്കിലോ ഇത് വയറിൻ്റെ ഭാഗത്തേക്കുള്ള പമ്പിങ് എപ്പോഴും കൂടുന്നതിന് കാരണമാകാറുണ്ട്. ഇത് ഹൃദയത്തിന് ഓവറായിട്ട് സ്ട്രെയിൻ എപ്പോഴും വരുന്നതിനും അത് ഹൃദയത്തിൻ്റെ പേശികളെ ഗ്രാജുവലി ബാധിക്കുകയും ചെയ്യും. വിട്ടുമാറാതെ അസിഡിറ്റി നെഞ്ചരിച്ചിലുള്ളവർക്കും ഈ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് ഹൃദയത്തിനെ ഇത് ബാധിച്ചു എന്ന് വരാം. ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളാണ് ഹൃദയത്തിനെ ഏറ്റവും മോശമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ നാട്ടിലുള്ള പലരും മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഭക്ഷണങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. ഇതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും എങ്ങനെ ഒരു മാറ്റം, ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല, വല്ലപ്പോഴും മാത്രം ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 90% നല്ല ഭക്ഷണങ്ങളും ഒരു 10% ഈ പറഞ്ഞ രീതിക്കുള്ള ഭക്ഷണങ്ങളും കഴിച്ചു നോക്കി ശരീരത്തിന് അതിനെ ഓവർകം ചെയ്യാനും അസുഖങ്ങൾ വരാതെ പിടിച്ചിരിക്കാനും പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള പമ്പിങ് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ ചെറിയ അളവിൽ വല്ലപ്പോഴും കഴിക്കുക. ബാക്കി 90% ശരീരത്തിന് നല്ല ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ത് എന്ന് സംശയം തോന്നുന്നവരുണ്ടാവും. മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിന് പരിസരത്തും കിട്ടുന്ന പച്ചക്കറികൾ, ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. പച്ചക്കറികൾക്കും ഇലക്കറികൾക്കകത്തും ഏറ്റവും നല്ല രീതിക്കുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് രക്തക്കുഴലിനെ ക്ലീൻ ചെയ്യുന്നു. ഇത് കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് എങ്ങനെ എത്തും, ഹാർട്ടിൽ എങ്ങനെ എത്തുമെന്ന് സംശയം ചോദിക്കുന്നവരുണ്ട്. ഇതിനകത്ത് നിറയെ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് രക്തക്കുഴലിനകത്തുണ്ടാകുന്ന നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികളെ ബാധിക്കുന്ന അപകടകരമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു. ഇങ്ങനെയാണ് ഹൃദയത്തിൻ്റെ പമ്പിങ് കൃത്യമായിട്ട് നിലനിർത്താൻ ഈ പച്ചക്കറികളും ഇലക്കറികളും സഹായിക്കുന്നത്. രണ്ടാമത്തത് ലെഗ്യൂംസ് ആണ്. ലെഗ്യൂംസ് എന്ന് പറയുന്നത്, ബീൻസ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, പയറ്, കടല, പരിപ്പ് പോലുള്ളവ. പരിപ്പെന്ന് പറയുമ്പോൾ എല്ലാ കാറ്റഗറിയിൽ പെടുന്ന പരിപ്പുകളും, അല്ലെങ്കിൽ പയറെന്ന് പറയുന്നത് ചെറുപയർ, വൻപയർ പോലുള്ള എല്ലാ പരിപ്പുകളും പയറുകളും ഡെയിലി ഒരു ബൗളെങ്കിലും ഏതെങ്കിലും ഒരു നേരം കഴിക്കുക. കാരണം ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, ഫൈബേഴ്സ് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികൾക്ക് നല്ലതാണ്. മാത്രമല്ല ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ് പലപ്പോഴും ഹൃദയത്തിനകത്ത്, പ്രത്യേകിച്ച് ഈ രക്തക്കുഴലിലൊക്കെ ഉണ്ടാകുന്ന ബ്ലോക്ക് ടെൻഡൻസിയെ മാറ്റി രക്തക്കുഴലിനെ ഡയലേറ്റ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് തന്നെ സ്വയം അലിഞ്ഞു പോകാനായിട്ട് സഹായിക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, നമ്മൾ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ അരി ആഹാരമോ ഗോതമ്പൊക്കെ കഴിക്കുന്ന സമയത്ത് തവിടോടുകൂടി ഉപയോഗിക്കാൻ നോക്കുക. കാരണം തവിടിനകത്ത് ഒന്ന് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് തവിടിനകത്തുള്ള പ്രത്യേകിച്ച് തവിടെണ്ണ പോലുള്ള ഘടകങ്ങൾ നമ്മുടെ രക്തക്കുഴലിനെ ശുചിയാക്കി നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ഈ കാറ്റഗറിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഇനി ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. മറ്റൊന്നുമല്ല, ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതായത് നമ്മുടെ ഹൃദയത്തിന് ഗുണകരമായിട്ടുള്ള ഗുഡ്
ഫാറ്റ്, അതായത് നിങ്ങൾ HDL രക്തത്തിൽ കൂട്ടാൻ സഹായിക്കപ്പെടുന്ന ഭക്ഷണങ്ങൾ മറ്റൊന്നുമല്ല, നല്ല മത്സ്യങ്ങൾ, ചാള, ചൂര, അയല പോലുള്ള മത്സ്യങ്ങൾ, കൊഴുവ പോലുള്ള ചെറിയ മത്സ്യങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നമ്മുടെ രക്തത്തിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് വർദ്ധിപ്പിക്കുന്നതിനും രക്തക്കുഴലിനകത്ത് വരുന്ന റിപ്പയറുകൾ അപ്പോൾ തന്നെ മാറ്റി പോവുകയും ബ്ലോക്ക് ടെൻഡൻസിയെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ഫുഡ് കൂടുതലായിട്ട് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള നട്ട്സ് ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ബദാം, വാൽനട്ട് പോലുള്ളവ കഴിക്കാനായിട്ട് നോക്കുക. പലപ്പോഴും ഈ നട്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് ഒരിക്കലും ഉപ്പിട്ട സോൾട്ടഡ് നട്ട്സ്, റോസ്റ്റഡ് നട്ട്സ് വാങ്ങി കഴിക്കരുത്. ഉപ്പ് ചേർക്കാത്ത നട്ട്സ് വേണം വാങ്ങി കഴിക്കാനായിട്ട്. ദിവസവും ഒരു ചെറിയ പിടി, ഒരു 17-18 എണ്ണം ബദാം കഴിക്കുക, 4-5 പീസ് വാൽനട്ട് കഴിക്കുക. ഇത് ഹൃദയത്തിൻ്റെ പേശികൾക്ക് വളരെ നല്ലതാണ്, പമ്പിങ്ങിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു അവക്കാഡോ കഴിക്കാൻ നോക്കുക. അവക്കാഡോ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഫ്രൂട്ടാണ്. ഇത് കഴിക്കുക. അതേപോലെ തന്നെ ബെറീസ്, നെല്ലിക്ക പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. നെല്ലിക്കയെ കഴിക്കാൻ പറയുമ്പോൾ നിങ്ങൾ തേനിനകത്തിട്ട നെല്ലിക്കയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം സാധാരണ പച്ച നെല്ലിക്കയല്ലേ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരെണ്ണം കടിച്ച് ചവച്ച് കഴിക്കുക. നമ്മുടെ ബ്ലഡ് വെസലിന് അത് വളരെ നല്ല ഫ്രൂട്ടാണ്. ഇതുകൂടാതെ ഒലിവ് ഓയിൽ ഭക്ഷണത്തിൽ ചേർക്കാനായിട്ട് നോക്കുക. ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ പറയുമ്പോൾ വീട്ടിൽ മീൻ പൊരിക്കുന്നതിനൊക്കെ ഒലിവ് ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ കറികൾ ഉണ്ടാക്കുന്നതിന് ഒലിവ് ഓയിൽ ചേർക്കുക, അങ്ങനെ അല്ല കേട്ടോ. ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് സ്മോക്ക് പോയിൻ്റ് വളരെയധികം കുറഞ്ഞ ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചൂടാക്കി പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, സാലഡിനകത്ത് ഒരല്പം ഒലിവ് ഓയിൽ ചേർത്തിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഇതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് വെസലിനെ വൃത്തിയാക്കി നിർത്തുന്നതിനും നമ്മുടെ കരളിനെ നീറ്റാക്കുന്നതിനും നമ്മുടെ രക്തക്കുഴലിനകത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ മാറ്റുന്നതിനും ഹൃദയത്തിൻ്റെ പേശികൾക്കും വളരെ വളരെ നല്ലതാണ്. കൂടാതെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് നോക്കുക. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് മധുരം വളരെയധികം കുറഞ്ഞിട്ടുള്ള, നമ്മൾ കഴിക്കുന്ന സമയത്ത് കയ്പ്പ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ചോക്ലേറ്റ്സ് ആണ്. ഡാർക്ക് ചോക്ലേറ്റിനകത്ത് ഏകദേശം 70-75% കൊക്കോ ആണ് അടങ്ങിയിട്ടുള്ളത്. കൊക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികൾക്കുണ്ടാകുന്ന നീർക്കെട്ടിനെ മാറ്റാനായിട്ട് നല്ലതാണ്. സോ കൊക്കോ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ അതിനകത്തുള്ള ഷുഗർ കണ്ടൻറ്റ് വളരെ കുറവാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് കഴിക്കാൻ നോക്കുക. സ്ത്രീകൾക്കാണെങ്കിൽ ഒരുപക്ഷെ ഈ ഹൃദയത്തിനോടൊപ്പം തന്നെ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഉപകരിക്കും. എപ്പോഴും നമ്മൾ സാലഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് 1-2 ചെറിയ അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാനായിട്ട് നോക്കുക. വെളുത്തുള്ളിക്കകത്തുള്ള അല്ലിസിൻ നമ്മുടെ രക്തക്കുഴലിനകത്ത് ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പോലും അലിയിച്ച് കളയാനായിട്ട് സഹായിക്കും. വെളുത്തുള്ളി പാകം ചെയ്ത ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കുന്നതിനേക്കാൾ സാലഡുകൾക്കകത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് വെളുത്തുള്ളി കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം വേവിക്കാത്ത വെളുത്തുള്ളിയാണ് നമുക്ക് ചവച്ച് കഴിക്കുന്നതാണ് ശരീരത്തിന് കൂടുതൽ ഉത്തമം. വെറും വയറ്റിലൊന്നും വെളുത്തുള്ളി കഴിച്ചു കൊടുക്കരുത്, വായിക്കത്തെല്ലാം പൊള്ളൽ പോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും സാലഡുകൾ ചേർത്ത് 1-2 അല്ലി ദിവസവും കഴിച്ചാൽ മതിയാവും. ഈ ഒരു തരത്തിൽ ഭക്ഷണത്തിലൊരു മാറ്റം വരുന്ന നോക്കി. ഈ ഭക്ഷണങ്ങൾ ഒരു 90% കഴിച്ചിട്ട് ഒരു 10% നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബേക്കറി ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഭക്ഷണങ്ങളോ നിങ്ങൾ ഒരു അല്പം ഭക്ഷണം നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിച്ചു നോക്കിയേ, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഹൃദയം നല്ല അടിപൊളിയായിട്ട് പമ്പ് ചെയ്ത് മുന്നോട്ട് പോകും. ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഈ ഹൃദ്രോഗം ഒരുപാട് കൂടി വരുന്ന ഒരവസ്ഥയിൽ എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. കാരണം ചെറിയ കുട്ടികളെപ്പോലും ഈ ഒരു ഭക്ഷണ രീതിയിലെ ഒരു അപകടവും യഥാർത്ഥ നല്ല ഭക്ഷണങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കുഞ്ഞു കുട്ടികൾ വലുതായി വരുമ്പോൾ 20 വയസ്സിലെ ഇവരുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് കാണാം. അതുകൊണ്ട് എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.